ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ABO ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ റീസെൻ്റ്ലി റിലീസ്ഡായ ഒരു ചൈനീസ് BL സീരീസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയായിരിക്കും. ഒമേഗ വേഴ്സ് ആണ്. അതായത് ആൽഫ, ഒമേഗ, ബീറ്റ, എനിഗ്മ ഇതിനെക്കുറിച്ചൊക്കെ മെയിനായിട്ട് പറയുന്നൊരു സീരീസാണ്. സോ നമുക്ക് എന്തായാലും അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് സീരീസിലേക്ക് കടന്ന് തന്നെ അറിയാം. സോ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഒരു പയ്യനെയാണ്. അപ്പോൾ അതിൻ്റെ പേരെന്താണ് ഒന്നും പറയുന്നില്ല. ആ പയ്യനിപ്പോൾ അവൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിൽക്കുകയാണ്. ആ ഒരു ടൈമിന് അവൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് അവരെത്തിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പയ്യൻ നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. ഈ അവരെന്ന് പറയുമ്പോഴത്തേക്കും കുറേ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെയാണ്. അവരെല്ലാവരും തന്നെ ഒരു സോഫയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ മുട്ടൂതിയിരിക്കുന്നുണ്ട്. ഈ പയ്യൻ ചെന്നിട്ട് ആ ഒരു സോഫയിൽ ചെന്നിരിക്കുകയും ചെയ്യാണ്. ആ പയ്യൻ്റെ അസിസ്റ്റൻറ്റ് അവൻ്റെ കയ്യിൽ ഒരു ഫയലും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തെല്ലാം ഇപ്പം അവൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ആയിരുന്നു. ഈ ആൾക്കാർ ആരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഷെങ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്. ആ പയ്യൻ ഡേറ്റ് ചെയ്തിരുന്ന അവൻ്റെ എക്സ് ആണ് ഇവരെല്ലാവരും. അതായത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷെങ്ങിൻ്റെ എക്സുകളിൽ ഒമേഗാസ് ആയിട്ടുള്ളവരാണ് ഇവരെല്ലാവരും തന്നെ. അപ്പോൾ അവരെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിരിക്കുന്നത്. ആ സമയം ആ ഒരു ഫയൽ നോക്കുമ്പോൾ ആ ഒരു പയ്യൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഷെങ്ങാണെങ്കിൽ ആരുമായിട്ടും ഒത്തിരി കാലമൊന്നും റിലേഷനിൽ ഇരുന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ റിലേഷനിൽ ഇരുന്നത് ഹുവാങ് ചെൻ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുമായിട്ടാണ്. 6 മാസമാണ് അവനുമായിട്ട് റിലേഷൻഷിപ്പിലിരുന്നത്. ബാക്കി എല്ലാവരുമായിട്ട് അതിനേക്കാൾ കുറച്ച് ടൈം മാത്രമേ ഇരുന്നിട്ടുള്ളൂ. പിന്നെ റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിക്കും ലവ് ഒന്നും ആയിരുന്നില്ല. ലൈക്ക് ബെഡ് ഫ്രണ്ട്സ് പോലെ, ബെഡ് പാർട്ട്നേഴ്സായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കണ്ടിട്ട് ഷെങ്ങിന് ആ ഹുവാങ് ചെൻ എന്ന് പറഞ്ഞ പയ്യനെയും ഇഷ്ടമായിരുന്നെന്ന് തോന്നുന്നില്ല. ഇഷ്ടമായിരുന്നെങ്കിൽ അവനുമായിട്ട് 6 മാസമായപ്പോഴേ ബ്രേക്കപ്പ് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല. ഷെങ്ങിൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം ഇങ്ങനെ പോയിരുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതുവരെയായിട്ട് ഷെങ്ങിന് അവൻ്റെ ഫസ്റ്റ് ലവ് ഉണ്ടായിട്ടില്ല എന്നാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഹുവാങ് ചെൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ ആ ഒരു മുട്ടൂത്തിയിരിക്കുന്നവരുടെ ലൈനിൽ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പയ്യനെ ഇവൻ്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയം ഹുവാങ് ചെൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഷെങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ റിലേഷൻഷിപ്പ് മുമ്പേ നിന്നതാണ്, ഞാനിപ്പോൾ സംസാരിക്കാറ് പോലും ഇല്ലയെന്ന്. ആ ഒരു ടൈമിന് ആ ഒരു പയ്യൻ്റെ ദേഹത്തുനിന്ന് ഒരുപാട് ഫെറോമോൺസ് റിലീസാവുന്നുണ്ടായിരുന്നു. ഫെറോമോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുതരം ഹോർമോൺ ആണെന്ന് പറയാം. അത് ആൽഫാസിൻ്റെയും ഒമേഗാസിൻ്റെയും ബോഡിയിൽ നിന്നാണ് ഇങ്ങനെ പ്രൊഡ്യൂസ് ആവുന്നത്. ഹുവാങ് ചെന്ന് ഒരു ഒമേഗയാണ്. അതുകൊണ്ട് തന്നെ അവന് ഈ ഒരു പയ്യൻ്റെ ബോഡിയിൽ നിന്ന് വരുന്ന ആ ഒരു ഫെറോമോൺസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്നതുകൊണ്ട് തന്നെ ഹുവാങ് ചെന്നിന് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. എന്നവൻ എങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഈ പയ്യൻ ഒരു പക്ഷേ ഒരു ആൽഫ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒമേഗ ആയിരിക്കാം. ഈ ഒരു പയ്യൻ്റെ മുഖം പോലും നമ്മളിപ്പോൾ നേരെ കാണിക്കുന്നില്ല. ഹുവാങ് ചെന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഈ ഒരു പയ്യൻ ഇൻഹിബിറ്റർ പാച്ച് വെച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ഫെറോമോൺസിൻ്റെ റിലീസ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നൊരു സംഭവമാണ്. പക്ഷേ അത് വെച്ചിട്ട് പോലും ഈ ഒരു പയ്യൻ്റെ ബോഡിയിൽ നിന്ന് ഇത്രയും ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആകുമ്പോൾ ഹുവാങ് ചെന്ന് വിചാരിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കുമെന്ന്. അതേപോലെ തന്നെ വിചാരിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഒരു പയ്യൻ ഷെങ്ങിൻ്റെ എക്സായിട്ടല്ല ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിരിക്കുന്നത്. ഇനി ഷെങ്ങിൻ്റെ അടുത്ത് എന്തെങ്കിലും റിവഞ്ച് വല്ലതും ചെയ്യാനായിരിക്കുമോ എന്ന്. ആ ഒരു ടൈമിൽ ഈ ഒരു പയ്യൻ ഹുവാങ് ചെന്നിനോട് ചോദിക്കുന്നുണ്ട്, ഷെങ്ങിന് ഏത് തരത്തിലുള്ള ഒമേഗാസിനാണ് ഇഷ്ടം, നീ അതെനിക്ക് പറഞ്ഞാ, നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ലാന്ന്. ആ ടൈമിൽ തന്നെ ആ പയ്യൻ്റെ അസിസ്റ്റൻറ്റ് അവന് മറ്റൊരു ഇൻഹിബിറ്റർ പാച്ച് കൊടുക്കുകയാണ്. കാരണം ഇപ്പോൾ വച്ചേക്കുന്നത് ഇരുന്നിട്ട് പോലും അവൻ്റെ ബോഡിയിൽ നിന്ന് നല്ലപോലെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ടായിരുന്നു. ആ സമയം ആ പയ്യൻ പറയുന്നുണ്ട്, ഈ ഒരു ഇൻഹിബിറ്റർ പാച്ച് ഒന്നും വർക്കാവുന്നില്ല, കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള മറ്റൊന്ന് എനിക്ക് വേണമെന്ന്. ആ സമയം അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻഹിബിറ്റർ പാച്ച് ലാബിൽ റെഡിയാക്കുന്നുണ്ട്, അത് റെഡി ആയിട്ടുണ്ട്, പക്ഷേ അത് ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം, എനിക്കൊരു 10 ദിവസം ടൈം തരാൻ പറയുമ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് 10 ദിവസമൊന്നും പറ്റത്തില്ല, മാക്സിമം 3 ദിവസം അതിനുള്ളിൽ എനിക്ക് വേണമെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ന്യൂസാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കാര്യത്തെക്കുറിച്ച്. അതായത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ലോകത്തിൽ ഒരു വൈറസ് സഡനായിട്ട് ക്രിയേറ്റ് ആയി. നമ്മുടെ കൊറോണ പോലെ തന്നെ ലോകം മൊത്തം പടർന്നു ഓരോ ആൾക്കാരായിട്ട് മരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്നുണ്ട്. ഇതെന്താണ് രോഗം, എന്താണ് സംഭവം, സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ആളുകളടുത്ത് മാസ്ക് ഒക്കെ വെച്ച് നടക്കാനായിട്ട് പറയുന്നു. അങ്ങനെ കുറേ റിസർച്ച് ചെയ്യുമ്പോഴത്തേക്കും സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ചാണ് ഈ ഒരു വൈറസ് അവരെ എഫക്റ്റ് ചെയ്യുന്നതെന്ന്. അവരാണെങ്കിൽ ഈ ഒരു വൈറസിന് ഒരു പേരിടുന്നുണ്ട്, Y46 എന്ന്. അങ്ങനെ ഈ ഒരു വൈറസിനെ പറ്റിയിട്ട് അവർ കൂടുതൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം അവർക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, AB ബ്ലഡ് ഗ്രൂപ്പ്, ആ ബ്ലഡ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ആൾക്കാരും തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അതായത് ആ ലോകത്തിൽ ആ ബ്ലഡ് ഗ്രൂപ്പിലെ ആൾക്കാരൊന്നും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ABO ഈ 3 ബ്ലഡ് ഗ്രൂപ്പ്സിലുള്ള ആൾക്കാർക്കും മരണം സംഭവിക്കുന്നില്ല. പക്ഷേ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു അസുഖം വന്നു കഴിയുമ്പോൾ ഇവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം,
അതിൽ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുന്നുണ്ട്. അതിപ്പോൾ ആണാണെന്നോ പെണ്ണാണെന്നോ ഒരു വേർതിരിവുമില്ല. അപ്പോൾ ഈ ചേഞ്ചസിലൂടെ തന്നെ ഇപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് വേർതിരിച്ച് പറയുന്നതിന് പകരം ആൾക്കാരെ പറയുന്നത് ആൽഫ, ബീറ്റ, ഒമേഗ എന്നാണ്. അതായത് ആ രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു അസുഖത്തിലൂടെ ആൾക്കാരുടെ ബോഡിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. ആ ചേഞ്ചിലൂടെ ആണായാലും പെണ്ണായാലും ഒമേഗാസ് ആയിട്ടുള്ളവർക്ക് പ്രഗ്നൻ്റ് ആവാനായിട്ട് പറ്റും. ആൽഫാസിൽ ആണായാലും പെണ്ണായാലും ഒമേഗാസിനെ പ്രഗ്നൻ്റ് ആക്കാനായിട്ട് പറ്റും. അങ്ങനെ അങ്ങനെ ഓരോരോ ചേഞ്ചസ് ആയിട്ട് കംപ്ലീറ്റ് ആ ലോകത്ത് എല്ലാം മാറി മറിഞ്ഞു. അങ്ങനെ ആ ഒരു ന്യൂസ് കാണിച്ചതിന് ശേഷം വീണ്ടും പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരികയാണ്. നേരത്തെ കാണിച്ച ആ ഒരു സീനൊന്നും അല്ല ആക്ച്വലി സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്. ശരിക്കുള്ള കഥ തുടങ്ങാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. മെയിൻ ക്യാരക്ടേഴ്സ് 4 പേരാണുള്ളത്. 4 പേരെയും ഈ ഒരു എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നതുമായിരിക്കും. ഇപ്പം കാണിക്കുന്നത് ഷുവായു എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെയാണ്. ഇവൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു പയ്യനാണ്. അവനിപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കൂടെ ഒരു സ്ഥലത്ത് എന്തോ ഡ്രിങ്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അതിലപ്പോൾ അവൻ്റെ 2 ഫ്രണ്ട്സ്, ഒരാളുടെ പേര് യൂച്ചാൻ എന്നാണ്, മറ്റേ പേര് പറയുന്നില്ല. എന്നാൽ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിന് ഈ യൂച്ചാൻ എന്ന് പറയുന്ന പയ്യനാണെങ്കിൽ ഒരു പുതിയ പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ സ്മെല്ല് കിട്ടിയിട്ട് മറ്റേ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ഇത് പുതിയ പെർഫ്യൂം ആണോ എന്നൊക്കെ. ആ സമയം അതെ അതെ, ഇത് മറ്റേ ഇപ്പോൾ HS ഗ്രൂപ്പ് ഇറക്കുന്ന ആ ഒരു പെർഫ്യൂമാണ്, കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്, പക്ഷേ എങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം മറ്റേ ഫ്രണ്ടും പറയുന്നുണ്ട് ശരി, ഞാൻ കേട്ടായിരുന്നു ആ HS ഗ്രൂപ്പ് ഈ ഒരു പെർഫ്യൂം വെച്ചിട്ട് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷേ നിനക്കൊരു കാര്യം അറിയോ, യുവായുവിന് ആ ഒരു പെർഫ്യൂം വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം അവൻ്റെ ബോഡിയിൽ നിന്ന് ക്രിയേറ്റ് ആവുന്ന ഫെറോമോൺസിൻ്റെ എക്സാക്ട് സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്. അവൻ്റെ ബോഡിയിലുള്ള അതേ സ്മെല്ലുള്ള ആ പെർഫ്യൂമിനെ HS ഗ്രൂപ്പുകാർ അത്രയും ചീപ്പായിട്ട് ഇങ്ങനെ പെർഫ്യൂമാക്കി വിൽക്കുന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ HS ഗ്രൂപ്പിനെ ഇഷ്ടമല്ല. അതിൻ്റെ CEO ആയിട്ടുള്ള ഷെൻ എന്ന് പറയുന്ന പയ്യനെയും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഷുവായു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഷെങ്ങിനെ ഇഷ്ടമൊക്കെ തന്നെയാണ്, അയാളുമായിട്ട് ഒരു മീറ്റിംഗ് കിട്ടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം യൂച്ചാൻ പറയുന്നുണ്ട് എന്നിട്ടാണോ അന്നൊരു മീറ്റിങ്ങിന് അവസരം കിട്ടിയപ്പോൾ ബിസിയാണെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഷുവായു പറയുന്നുണ്ട് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതല്ല, അന്ന് ആ മീറ്റിങ്ങിൻ്റെ കൂടെ ഷെങ്ങുമായിട്ട് പങ്കെടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് അറേഞ്ച് ആയിട്ടുണ്ട്, ഇന്ന് തന്നെയാണ്, ഇന്ന് ഷെങ് ഞാനുമായിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് യൂച്ചാനും മറ്റേ ഫ്രണ്ടും കൂടെ ആയിട്ട് ഇന്നോ ഇപ്പം തന്നെ ഇത്രയും ലേറ്റായല്ലോ, നിങ്ങളുടെ ഒരു നൈറ്റ് ടൈമിലാണോ മീറ്റ് ചെയ്യുന്നത്, നിനക്കത് കുഴപ്പമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും യൂച്ചാൻ പറയുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഷെങ്ങിൻ്റെ മോർണിംഗ് ഷെഡ്യൂൾ അത്രയും ബിസിയാണെന്ന്, അതുകൊണ്ടായിരിക്കും മേ ബി നൈറ്റ് ടൈം അവൻ കാണാമെന്ന് സമ്മതിച്ചതെന്ന്. ആ ടൈമിൽ തന്നെ യൂച്ചാനൊരു കോൾ വരുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം ഷുവായുടെ മറ്റേ ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഞാൻ നിനക്ക് ഒരു ഇൻഫർമേഷൻ എന്തായാലും പറഞ്ഞു തരാം, ഈ പറയുന്ന ഷെങ്ങിനാണെങ്കിൽ ഒമേഗാസിനെ ഇഷ്ടമല്ല, അതുകൊണ്ട് നീയാണെങ്കിൽ ഷെങ്ങുമായിട്ടുള്ള മീറ്റിങ്ങിന് പോകുന്ന ടൈമിന് ഒമേഗ ആയിട്ടുള്ള ആരെയും തന്നെ കൂടെ കൊണ്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് ഓക്കെ പറഞ്ഞു തന്നതിന് താങ്ക്സ്, ഒരു കാര്യം ചെയ്യാം, എങ്കിൽ പിന്നെ നിന്നെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് അത് വേണ്ട, എനിക്കാണെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ഉറക്കം വരുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് നീ ആക്ച്വലി അവനുമായിട്ട് ആ മീറ്റിങ്ങിന് സമ്മതിച്ചത് നിൻ്റെ അച്ഛന് വയ്യാത്തതുകൊണ്ടല്ലേ, HS ഗ്രൂപ്പ് എക്സ് ഹോൾഡിങ്സിൻ്റെ ഓതറൈസേഷനുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഫെറോമോൺ ഗ്ലാൻഡ് ക്യാൻസറിനുള്ള മരുന്ന് ഇവിടെ ചൈനയിൽ കണ്ടുപിടിക്കും, അത് വെച്ചിട്ട് നിൻ്റെ അച്ഛൻ്റെ അസുഖം മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ഒരു ഫ്ലാഷ് ബാക്കും കാണിക്കുന്നുണ്ട്. ഷുവായുവിൻ്റെ അച്ഛനാണെങ്കിൽ വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. ആളുടെ നില ക്രിട്ടിക്കലാണ്. എന്നാലും ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആൾക്ക് ഫെറോമോൺ ഗ്ലാൻഡ് ക്യാൻസർ ആണുള്ളത്. ഇയാളുടെ ട്യൂമർ ഇരിക്കുന്നത് ഒരു റിമൂവ് ചെയ്ത് കളയാൻ പറ്റാത്തൊരു സ്ഥലത്തായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ആൽഫയുമാണ്. സോ ഇപ്പോൾ ഒരു സർജറി ചെയ്തിട്ട് ആ ട്യൂമർ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മരിക്കാനാണ് 100% ചാൻസ്. അതുകൊണ്ടാണ് ഈ ഒരു സർജറി ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ പ്രസന്റിലേക്ക് വരുമ്പോൾ അവൻ്റെ ഫ്രണ്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇനി ഒരു പക്ഷേ നിൻ്റെ അച്ഛനെന്നല്ല ഗുരുതരമായി കാണോ, നിൻ്റെ അച്ഛൻ വയ്യാതായിട്ട് 2-3 വർഷമായില്ലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട് എന്തോ പറയാൻ വരുന്നുണ്ട്. എന്നാൽ ഷുവായു ആണെങ്കിൽ പെട്ടെന്ന് അവനെ തടങ്ങിയിട്ട് എനിക്ക് പോകാനായിട്ട് ടൈമായി എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ ഫ്രണ്ട് ഇത്രയും നേരത്തെ പോവാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഷെന്നുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗ് അതിന് ലേറ്റായാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ പോകുന്നുണ്ട്. അവൻ്റെ സെക്രട്ടറിയുമായിട്ടാണ് അവനാണെങ്കിൽ ഷെന്നിൻ്റെ ഓഫീസിലെത്തുന്നത്. അവിടെ എത്തുന്ന ടൈമിന് ഷെന്നിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗാവോ എന്ന് പറയുന്ന പയ്യൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ പയ്യനാണ് ഇവരടുത്ത് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ നേരെ ഷെന്നിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഷെന്നാണെങ്കിൽ മറ്റൊരു പയ്യൻ്റെ കൂടെ ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുമായിരുന്നു. ആ ഒരു പയ്യനെ കാണുമ്പോഴത്തേക്കും ഷുവായു ഒന്ന് ഷോക്കായിട്ട്
നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആ ഒരു പയ്യൻ്റെ പേര് ഹുവായങ് എന്നാണ്. ഈ ഹുവായങ്ങും നമ്മുടെ ഷുവായും കൂടെ ആയിട്ട് ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്റ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും രണ്ടുപേരും ഇങ്ങനെ ഓപ്പോസിറ്റ് നടന്നു പോകുമ്പോഴത്തേക്കും അറിയാതെ തട്ടിയിട്ട് ഹുവായോങ്ങിൻ്റെ കയ്യിൽ നിന്ന് പേപ്പറൊക്കെ താഴെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പരസ്പരം നോക്കുകയും ഒരു സോറി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റ് മാത്രമേ അവർ തമ്മിൽ കണക്ഷനുള്ളൂ. എന്തായാലും അവനെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഷുവായുവിന് ആളെ മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഷെന്നുമായിട്ട് ഷുവായു ഇരുന്ന് സംസാരിക്കുകയാണ്. ആ ഒരു ടൈമിന് ഷെന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഹുവായങ് എൻ്റെ പുതിയ സെക്രട്ടറി ആണെന്ന്. ഷുവായു അപ്പോൾ എനിക്ക് ഹുവായങ്ങിനെ നേരത്തെ അറിയാമെന്ന് പറയുമ്പോൾ ഷെങ്ങാണെങ്കിൽ ഹുവായങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഇത്രയും വലിയൊരാളായിട്ടുള്ള ഷുവായുവിനെ അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് നീയാണെങ്കിൽ അത് നിൻ്റെ ബയോയിൽ കൊടുക്കാത്തത്? എങ്കിൽ ഇവിടെ ജോലി കിട്ടുന്ന ടൈമിന് ജസ്റ്റ് എൻ്റെ അസിസ്റ്റൻ്റ് ആവാതെ നിനക്ക് വേറെ എന്തെങ്കിലും വലിയ ജോബ് കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹുവായങ് എനിക്ക് ആക്ച്വലി ഷുവായുവിനെ വലിയ പരിചയമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഷുവായു അപ്പോൾ ശരിയാണ്, ഞങ്ങൾ ജസ്റ്റ് ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിലാണ് ഹുവായു ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വന്നിട്ട്, ഓ അത് നിങ്ങളായിരുന്നല്ലേ, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല, അന്ന് ഞാൻ എൻ്റെ ചേച്ചീനെ കാണാനായിട്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത്, നിങ്ങൾ അറിയാണ്ട് ഞാൻ തട്ടിയതായിരുന്നു, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ഷെന്നാസമയം ഷുവായുവിൻ്റെ അടുത്ത് ചെന്നിട്ട് നേരെ മര്യാദയ്ക്ക് സോറി പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ നേരെ ഷുവായുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൻ്റെ കാർഡ് എടുത്ത് കൊടുത്ത് അത് നീട്ടിയിട്ട് ഐ എം സോറി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഷുവായു അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷുവായുവിൻ്റെ അസിസ്റ്റൻറ്റും ഷെന്നിൻ്റെ അസിസ്റ്റൻറ്റും കൂടെ ആയിട്ട് നമ്മുടെ ഹുവായുവിനെയും എല്ലാവരെയും വിളിച്ചിട്ട് അവർ സംസാരിക്കട്ടെ, നമുക്ക് പുറത്തേക്കാന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ കമ്പനീനെ പറ്റി സംസാരിക്കുകയാണ്. അതായത് HS ഗ്രൂപ്പ് ഭയങ്കര വലുതായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കമ്പനീനെക്കാളും നിങ്ങൾ ലേറ്റായിട്ടാണ് തുടങ്ങിയെങ്കിലും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ HS ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെർഫ്യൂം അത് ഷുവായുവിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം അവൻ്റെ ബോഡിയിൽ നിന്ന് ക്രിയേറ്റ് ആവുന്ന ഫെറോമോൺസിനും എക്സാക്റ്റ് അതേ സ്മെല്ല് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഷുവായു ആണെങ്കിൽ എന്തായാലും നമ്മൾ ഇത്രയും ക്ലോസ് ആയില്ലേ, ഇനി ഞാൻ വന്ന കാര്യം ഓപ്പണായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. അതായത് എക്സ് ഹോൾഡിങ്സുമായിട്ട് നിങ്ങളാണെങ്കിൽ ആ ഒരു ഫെറോമോൺ ഗ്ലാൻഡ് ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നില്ലേ, അതിൽ ഞങ്ങളുടെ കമ്പനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആ ഒരു മരുന്നിൻ്റെ റിസൾട്ട് ഞങ്ങൾക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ ഒരു 60% ഷെയർ ഞങ്ങൾ വാങ്ങാനും തയ്യാറാണ്, ഒരു 3 ബില്യൺ പൈസ അങ്ങോട്ടേക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ഷെന്നെന്നാ തിരിച്ച് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊരു കമ്പനിയാണിത്, എനിക്കിതങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് തീരെ താല്പര്യമില്ല, നിങ്ങളുടെ നോ പറയുന്നതിന് വിഷമമുണ്ട്, പക്ഷേ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര പറഞ്ഞിട്ട്, അതായത് പൈസ കൂട്ടി പറഞ്ഞിട്ടും ഷെന്നാണെങ്കിൽ ഇതേ സെയിം മറുപടി തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഷുവായു പറയുന്നുണ്ട്, ഓക്കെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഒരു 60% ഷെയർ ഒന്നും ഞങ്ങൾക്ക് തരണ്ട, പക്ഷേ നിങ്ങളാണെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു മരുന്നില്ലേ അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരണം, ലൈക്ക് ഞങ്ങളെ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം അവൻ ചെയ്യുന്നത് അവൻ്റെ അച്ഛൻ്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ എത്ര പറഞ്ഞിട്ടും നമ്മുടെ ഷെന്നാണെങ്കിൽ അതിന് തയ്യാറാവുന്നില്ല. അങ്ങനെ ഷുവായു പറയുന്നുണ്ട്, കണ്ടിട്ട് നമ്മൾ തമ്മിൽ അത്ര ക്ലോസ് ആയെന്ന് തോന്നുന്നില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ മറ്റൊരു ദിവസം വരാം, ഇപ്പോൾ എന്തായാലും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിന് ഹുവായോങ് ആണെങ്കിൽ അവിടെ പുറത്ത് ആരടുത്ത് ഫോണിൽ സംസാരിക്കുന്നവൻ കാണുന്നുണ്ട്. ഹുവായോങ് ആരടുത്ത് വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ സർജറിക്കുള്ള പൈസയൊക്കെ കണ്ടുപിടിക്കാമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൾ കിട്ടിയ ടൈമിന് ഷുവായു അവിടെ നിൽക്കുന്നവൻ കാണുന്നുണ്ട്. ആ ടൈമിന് ഷുവായു ഒന്നും പറയാൻ നിൽക്കുന്നില്ല, അവനവൻ്റെ വണ്ടി കയറി അങ്ങ് പോവുകയാണ്. ആ ഒരു ടൈമിൽ ഹുവായോങ് ആണെങ്കിൽ ചെറിയൊരു ചിരി ചിരിക്കുന്നുണ്ട്. അവനവൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര പ്രറ്റിയാണെന്നൊക്കെ. ആ ഒരു ടൈമിന് ഗാവോ ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഗാവോ ഹുവായോങ്ങിനോട് അവൻ്റെ വീടിൻ്റെ അഡ്രസ്സ് എവിടെയാണ് അത് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു, കാരണം ഇവിടെ 9 മണിക്ക് ശേഷം, അതായത് രാത്രി 9 മണിക്ക് ശേഷം ഏതെങ്കിലും സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ടാക്സിക്ക് തിരിച്ചു പോകാനുള്ള ക്യാഷ് കമ്പനി തന്നെ കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് അവിടെ എവിടെയെങ്കിലും വീടെങ്കിൽ എൻ്റെ കൂടെ ടാക്സിയിൽ വന്നാൽ മതി, ഒരുമിച്ച് പോകാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഹുവായോങ് അവൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു ടാക്സിയിൽ പോകുന്നത്. ആ സമയത്ത് ഷെന്നാണെങ്കിൽ ഹുവായോങ്ങിനെ കോൾ ചെയ്തിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹുവായോങ്ങും പിന്നെ ഗാവോയും തമ്മിൽ സംസാരിക്കുകയാണ്. ആ ഒരു ടൈമിന് ഹുവായോങ് നമ്മുടെ ഗാവോയുടെ അടുത്ത് നീ ഒരു ബീറ്റയല്ല എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ അതേന്ന് പറയുന്നുണ്ട്. ഷെന്നിൻ്റെ അസിസ്റ്റൻ്റായിട്ടിരിക്കുന്ന ഈ ഗാവോയും ഷെന്നും സ്കൂൾ ടൈമിൽ ഒരുമിച്ച് പഠിച്ചതാണ്, അതുകൊണ്ട് അവർക്ക് അപ്പോഴേ പരിചയമുണ്ട്. പിന്നെ നമ്മുടെ ഹുവായോങ് ആണെങ്കിൽ ഒരു ഒമേഗയാണ്, ആ ഒരു കാര്യം ഗാവോയ്ക്ക് അറിയാം. എന്നാൽ ഷെന്നിന് ഒമേഗാസിനെ പണ്ട് തൊട്ടേ ഇഷ്ടമല്ല, പക്ഷേ എന്തോ ആദ്യമായിട്ടാണ് ഷെന്ന് ഒരു ഒമേഗേനെ തൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സമ്മതിച്ചത്, അത് ഹുവായോങ്ങുമായിരുന്നു. ആ ഒരു കാര്യം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതിനുശേഷം ഹുവായോങ്ങിൻ്റെ വീടെത്തുന്നുണ്ട്. അങ്ങനെ ഹുവായോങ് ഗാവോയുടെ അടുത്ത് ബായ് പറഞ്ഞ് പോകുന്നുണ്ട്. ഗാവോ അതിന് ശേഷം വണ്ടിയിരുന്ന് പോകുന്ന ടൈമിന് അവനെന്തോ വയ്യാത്ത പോലെ അസ്വസ്ഥത തോന്നുകയാണ്. അവൻ്റെ ബാഗിൻ്റെ അകത്തുനിന്ന് അവൻ്റെ ഇൻഹേലർ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൻ്റെ അകത്ത് മരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ടാക്സി ഡ്രൈവറിൻ്റെ അടുത്ത് ഇവിടെ അടുത്തുള്ള ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ നിർത്താനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിർത്തി കൊടുക്കുമ്പോഴത്തേക്കും അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കടയിൽ കയറി ഒരു പെയിൻ കില്ലറും ഒരു ഇൻഹിബിറ്ററിൻ്റെ സ്പ്രേയും വാങ്ങുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ് ആ ഒരു പയ്യനാണെങ്കിൽ ഇൻഹിബിറ്ററിൻ്റെ പാച്ച് യൂസ് ചെയ്യുന്നത്, അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തടയാനായിട്ട്. ഇവിടെ ഇപ്പോൾ അവൻ ഇൻഹിബിറ്ററിൻ്റെ
സ്പ്രേ ആണ് വാങ്ങുന്നത്. ഈ പെയിൻ കില്ലറും ഇൻഹിബിറ്ററിൻ്റെ സ്പ്രേയും ഒരുമിച്ച് വാങ്ങുമ്പോൾ കടയിലുള്ള ലേഡി പറയുന്നുണ്ട് ഇത് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല, ഫെറോമോൺസിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്, വല്ലാണ്ട് തലവേദന വരാനും ചാൻസ് ഉണ്ടെന്ന്. ആ ടൈമിന് ഇവൻ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരു ഒമേഗയല്ല ബീറ്റയാണ്, ഇത് പിന്നെ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. പെയിൻ കില്ലർ എനിക്കുള്ളതാണ്, പക്ഷേ ആ ഒരു ഇൻഹിബിറ്റർ സ്പ്രേ എൻ്റെ ഫ്രണ്ടിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവൻ വാങ്ങിച്ച് എങ്ങനെയൊക്കെ വണ്ടി കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവനത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴും അവന് ഓക്കെ ആവുന്നില്ല. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവനാണെങ്കിൽ അങ്ങ് കുഴങ്ങി വീഴുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ടൈമിന് അങ്ങോട്ടേക്ക് മറ്റൊരാൾ വന്നിട്ട് ആവോ ഇപ്പോൾ വിളിച്ചിട്ട് ലീവ് എടുത്തു, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു, അവൻ്റെ പാർട്ട്ണറിന് വയ്യാന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഷെന്നാണെങ്കിൽ അതിന് ഗാവോയുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ശരിയാണ്, പക്ഷേ ഇവിടുത്തെ ഒമേഗ പ്രൊട്ടക്ഷൻ റൂള് നമുക്കറിയാമെന്നുള്ളതല്ലേ. ഇപ്പോൾ ഒരു ഒമേഗയുമായിട്ട് ഒരാൾ 2 വർഷത്തിൽ കൂടുതൽ ബന്ധമുണ്ടെങ്കിൽ ആ ഒമേഗയ്ക്ക് വയ്യാതായി കഴിഞ്ഞാൽ അയാളുടെ കൂടെ ഇയാളുടെ പാർട്ട്ണർ നിൽക്കണമെന്നില്ലേ. അപ്പോൾ ഗാവോ അങ്ങനെ നിൽക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷെന്നും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അയാൾ പോകുന്നുണ്ട്. അങ്ങനെ പോയി കഴിയുമ്പോൾ ഷെൻ എന്തോ ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഗാവോനെയാണ്. അവനിപ്പോൾ വീട്ടിൽ ബെഡിൽ തന്നെ കിടക്കുവാണ്. ആ ഒരു ടൈമിന് അവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഗാവോൻ്റെ അച്ഛൻ വന്നിട്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ താന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബാഗൊക്കെ തട്ടിപ്പറിച്ചിട്ട് പൈസ ഉണ്ടാകുന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടാകത്തില്ല. അങ്ങനെ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നീയാണെങ്കിൽ ഒരു ഒമേഗ, നിന്നെക്കൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ല, നീയാണെങ്കിൽ ഇതിൻ്റെ ശരീരം വിട്ടിട്ടെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ മകൻ അവനൊരു ബീറ്റയാണ്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവൻ ആസ്മയാണല്ലോ. പിന്നെ നമ്മുടെ മോള് അവൾ ആൽഫയാണെങ്കിലും അവൾക്കും വയ്യല്ലോ, നീ കാരണം എനിക്കൊരു ഇതുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യത്തിൽ പോവുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ഗാവോ കുഞ്ഞുകുട്ടിയായിരുന്നപ്പോൾ നടന്ന സംഭവമാണ്. സോ നമ്മുടെ കുഞ്ഞു കുട്ടിയായിട്ടുള്ള ഗാവോ ആണെങ്കിൽ അവൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മ ഞാനൊരു ബീറ്റ അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അമ്മയാണെങ്കിൽ അവൻ്റെ വാ പൊത്തിയിട്ട് നീയാണെങ്കിൽ ആര് ചോദിച്ചാലും നീ ഒരു ബീറ്റയാണെന്ന് മാത്രമേ പറയാവൂ, നീ ഒരു ഒമേഗയാണെന്നുള്ള സത്യം ഒരിക്കലും തുറന്നു പറയരുത്. പിന്നെ ഈ ഒരു മരുന്ന് ഇതാണെങ്കിൽ ഇൻഹിബിറ്റർ സ്പ്രേ ആണ്, പക്ഷേ ഞാനാണെങ്കിൽ ഇതിൻ്റെ പുറത്തുള്ള ലേബൽ മാറ്റിയിട്ടുണ്ട്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇത് നിൻ്റെ ആസ്മയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ മതി, നീ ഒരു ഒമേഗയാണെന്ന് ഒരിക്കലും ആ സത്യം തുറന്ന് പറയരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. സോ ഈ ഒരു റീസൺ കൊണ്ടാണ് ഗാവോ ആര് ചോദിച്ചാലും താനൊരു ബീറ്റയാണെന്ന് പറയുന്നതും. എന്നാൽ കഴിഞ്ഞ ദിവസം വണ്ടി ഇരുന്ന ടൈമിന് അവന് വയ്യാതായിട്ട് അവനാണെങ്കിൽ ആ ഒരു ഇൻഹിബിറ്റർ സ്പ്രേ യൂസ് ചെയ്യുകയും ചെയ്തതും, കാരണം അവൻ ആക്ച്വലി ഒരു ഒമേഗയാണ്. അങ്ങനെ ഇപ്പോൾ അതും കാണിച്ച് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ആണെങ്കിൽ ഗാവോ ഇതെല്ലാം ആലോചിച്ചിട്ട് ബെഡിൽ കിടക്കുമായിരുന്നു. ആ ടൈമിനാണ് അവനൊരു കോൾ വരുന്നത്. അത് അവൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന സെക്രട്ടറി ജനറലായിരുന്നു കോൾ ചെയ്തത്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ നിനക്കൊരു ഹാർഡ് ഡിസ്ക് തന്നില്ലേ, തിങ്കളാഴ്ചത്തെ മീറ്റിങ്ങിന് ആ ഒരു ഹാർഡ് ഡിസ്കിലാണ് ഇൻഫർമേഷൻസ് ഉള്ളത്. മീറ്റിംഗ് നടത്തുന്നത് ഹുവായോങ് ആണ്. നീയാണെങ്കിൽ ആ ഒരു ഹാർഡ് ഡിസ്ക് എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ ഇന്ന് തന്നെ ഒന്ന് കൊണ്ടു കൊടുക്കാവോ, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് നിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് പെട്ടെന്ന് ഗാവോ ആലോചിക്കുന്നുണ്ട് തൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫെറോമോണിൻ്റെ സ്മെല്ലെല്ലാം ഹുവായോങ്ങിന് മനസ്സിലാക്കാൻ പറ്റും, താനൊരു ഒമേഗയാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇല്ല ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ ദേഹത്ത് എത്ര ഹീറ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരുടെ ഒമേഗാസിൻ്റെയൊക്കെ ദേഹത്ത് ഹീറ്റ് കൂടുമ്പോഴാണ് ഇവരുടെ ബോഡിയിൽ നിന്ന് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്നത്. അത് ഏത് മൊമെൻറ്റിൽ വേണോ സംഭവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ നോക്കുമ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. സോ അവൻ പോവാമെന്ന് കരുതിയിട്ട് കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു ടൈമിനും നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് ഇവനിപ്പോൾ ഇൻഹിബിറ്ററിൻ്റെ ആ ഒരു ഇഞ്ചക്ഷനൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം താനൊരു ഒമേഗയാണെന്നുള്ള രഹസ്യം മറച്ചു വെക്കാനായിട്ട് അവനിങ്ങനെ ഇൻഹിബിറ്റർ യൂസ് ചെയ്ത് അവൻ്റെ ആ ഒരു ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഡാമേജ് ആയിരിക്കുകയാണ്. സോ കുറച്ച് കാലത്തേക്ക് അവനാണെങ്കിൽ അവൻ്റെ ഇൻഹിബിറ്റർ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവനത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവന് തന്നെ അത് അപകടമാണ്. പിന്നെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട്. എന്നാൽ അവൻ അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എങ്ങനെ ലീവ് എടുത്ത് വീട്ടിലെങ്കിലും നിൽക്കാൻ. എന്നാൽ അവൻ അതും പറ്റത്തില്ല, ഞാനാണെങ്കിൽ അല്ലാണ്ട് മരുന്ന് യൂസ് ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡോക്ടർ പറയുന്നുണ്ട് നീയാണെങ്കിൽ ഇങ്ങനെ മരുന്ന് യൂസ് ചെയ്ത് നീ ഒരു ഒമേഗയാണെന്നുള്ള സത്യം മറച്ചു വെക്കുന്നത് നിൻ്റെ പാർട്ട്ണർ കാരണമാണോ, അങ്ങനെയാണെങ്കിൽ അത് കേസാവുന്ന കാര്യമാണെന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് അല്ല ഡോക്ടർ ഞാൻ സിംഗിളാണെന്ന്. ആ സമയം ഡോക്ടർ അതിനേക്കാളും കഷ്ടമാണ്, പ്രഗ്നൻ്റ് ആവാത്ത ഒരു ഒമേഗയാണ് ഇത്രയും ഇൻഹിബിറ്റർ ഒരു ദിവസം യൂസ് ചെയ്യുന്നതെങ്കിൽ നീയാണെങ്കിൽ മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്, നിനക്കാണെങ്കിൽ ദേഹത്ത് പെയിനൊന്നും തോന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഞാൻ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നുണ്ടെന്ന് പറയാണ്. എന്നാൽ ഡോക്ടർ ശരിക്കും നീ മരിക്കാനായിട്ട് തന്നെ ഒരുങ്ങി നിൽക്കുകയാണല്ലേ, നിൻ്റെ നല്ലതിന് വേണ്ടി പറയാം, നീയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്ക്, നീയാണെങ്കിൽ ഇൻഹിബിറ്റർ യൂസ് ചെയ്ത് നിർത്താനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കുളിക്കുന്ന ടൈമിന് അവൻ ആ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ കുളിച്ചിട്ട് റെഡിയായിട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് നേരത്തേക്കാണെങ്കിലും ഇഞ്ചക്ഷൻ വേണ്ട, ജസ്റ്റ് കുറച്ച് മരുന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവാതിരിക്കാനായിട്ട് മരുന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ പോകുന്ന ടൈമിന് ഹുവായോങ് അവൻ്റെ അഡ്രസ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് എത്തുന്ന ടൈം ആകുമ്പോൾ തന്നെ ഗാവുവിന് വീണ്ടും വയ്യാന്ന് തോന്നുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ പതുക്കെ
ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്ന പോലെയും അവന് തോന്നുന്നുണ്ട്. അവനങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിരുന്നു, ഇൻഹിബിറ്റർ യൂസ് ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന്. എന്നാലും അവിടം വരെ എത്തിയല്ലേ എന്ന് കരുതിയിട്ട് അവനാണെങ്കിൽ ഹുവായോങ്ങിൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ഡോറിൽ തട്ടുന്നുണ്ട്. ഹുവായോങ് ഡോർ ഓപ്പൺ ചെയ്യുന്നതും വീടിൻ്റെ അകത്ത് ഷെൻ നിൽക്കുന്നതും ഇവൻ കാണുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫസ്റ്റ് എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.